ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദീപാസ് കിച്ചൺ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി എന്താണെന്ന് പറയട്ടെ. അവല് കൊണ്ട് 15 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പി. അപ്പം നമുക്ക് തയ്യാറാക്കി നോക്കിയാലോ. പിന്നെ ഫ്രണ്ട്സ്, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം. അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതേപോലുള്ള അവലാണ്, കട്ടിയുള്ള അവലാണ്. ഇത് നമ്മുടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഇതിപ്പം ഞാൻ 3 പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതേ സെയിം ഗ്ലാസ്സിൽ 2 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് വാഷ് ചെയ്ത് എടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഒരു 3 വട്ടം കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇതൊന്ന് കുതിർന്നു വരട്ടെ. കടായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ ഇപ്പം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്കൊരു 10 കാഷ്യൂ നട്ട്സ് ഇട്ട് വറുത്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചാൽ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ലേ. അതിന് വേണ്ടിയിട്ടാണ് സൺഫ്ലവർ ഓയിൽ നമ്മളിവിടെ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കിങ്ങ് കോരി മാറ്റാം. ഇനി അതേ എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഹാഫ് ബൗൾ നിലക്കടലയാണ്. ഇതും കൂടെ നമുക്കൊന്ന് വറുത്ത് കോരാം. നിലക്കടലയെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുകൂടി നമുക്ക് കോരി മാറ്റാം. ഇനി വറുത്ത് കോരുന്നത് ഒരു വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഇനി നമ്മുടെ എണ്ണയിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്യുകയാണ്. എണ്ണ ഇപ്പം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ആഡ് ചെയ്യുക. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 5 സവാള ഞാൻ ഇതേപോലെ കട്ട് ചെയ്തതാണ്. ഇതും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇതിട്ട ശേഷം നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് 4 പച്ചമുളക് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഉള്ളിയെല്ലാം വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ദാ ഇതേപോലെ ഒരുപാടങ്ങ് വഴണ്ട് പോവരുതേ. ഇനി നമുക്കിതിലേക്ക് ഒരു 3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു പിടി മല്ലിയില കട്ട് ചെയ്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്ത് നമ്മുടെ കറിവേപ്പില മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. അവല് കുതിർക്കാൻ വെച്ചത് നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. വെള്ളമെല്ലാം വറ്റി നല്ലതുപോലെ വന്നിട്ടുണ്ട്. അവലിനി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്റ്റൗ സിമ്മിലാണ് ഇട്ടേക്കുന്നത്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്
ചെറിയ നാരങ്ങയാണ് ഇത്. ഇതേപോലെയുള്ള 2 നാരങ്ങയുടെ ജ്യൂസാണ്. ഇനി നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അവൽ റൈസ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം നമ്മുടെ നിലക്കടല വറുത്തതും കാഷ്യൂ നട്ട്സ് വറുത്തതും പറ്റിലുമുളക് വറുത്തതും കൂടെ ആഡ് ചെയ്യാം. എല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. എന്നും ഒരേപോലെ ചെയ്യുന്നതിലും ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യുന്നത് നല്ലതല്ലേ? ബാംഗ്ലൂരൊക്കെ കുട്ടികൾക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടൊക്കെ കൊടുത്തു വിടുന്നതാണ്. ഇത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുമേ. ഈസി ആയിട്ട് ഒരു 10 മിനിറ്റ് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. ഇതേ രീതിയിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. കട്ടയൊന്നും പിടിക്കാതെ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ പാകത്തിനാണോ എന്നൊന്ന് നോക്കാവേ. ഉപ്പും പുളിയെല്ലാം പാകത്തിന് വന്നിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണം ഫ്രണ്ട്സ്. താങ്ക് യു. ഫ്രണ്ട്സ്, ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഇതിൻ്റെ കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത ഒനിയോൻ ഇല്ലേ, അതുകൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കണേ. നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവൽ റൈസ് ആണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്ത് ടേസ്റ്റ് ആണെന്ന് അറിയാവോ?